എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് വീണ്ടും ഹാർദമായ സ്വാഗതം. ഇന്ന് 21-ാം തീയതി ഡിസംബർ 21-ാം തീയതി ബ്രേക്ക് ഔട്ടായ ചില ഷെയർസ് പരിചയപ്പെടാൻ പോവുകയാണ് നമ്മൾ. ആദ്യത്തെ ഷെയർ അരവിന്ദോ ഫാർമ. 1092 റേറ്റിലാണ് ഇപ്പോൾ ആദ്യത്തെ ഷെയർ അരവിന്ദോ ഫാർമ 1092 രൂപയിലൂടെ ഇന്ന് ട്രേഡ് ചെയ്ത് ഏകദേശം 5% കൂടുതൽ അപ്പായിട്ടുണ്ട്. ഇതാണ് അരവിന്ദോ ഫാർമയുടെ ചാർട്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും കൃത്യമായ റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടായത്. ഇവിടെ കൃത്യമായ റെസിസ്റ്റൻസ് ഉണ്ട്. വിത്ത് വോളിയത്തോടുകൂടി ആ റെസിസ്റ്റൻസ് കയറിപ്പോയത്. ഈ ഭാഗത്ത് 1000 ഒരു സപ്പോർട്ടും ഉണ്ട്, 1000 ഒരു സപ്പോർട്ടും ഉണ്ട്. ഇത് കയറിപ്പോയിട്ടുണ്ട്. അടുത്ത ഷെയർ ഇന്ന് ബ്രേക്ക് ഔട്ട് ആയ ഷെയർ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ആണ്. 1072 റേറ്റ്. ഇന്ന് 2% ആണ് അത് അപ്പായിട്ടുള്ളത്. ഇതാണ് ഗോദ്രേജ് കൺസ്യൂമറിന്റെ ചാർട്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടായി ഏകദേശം 1026 അതിന്റെ സപ്പോർട്ട് പോയിന്റ് കിടക്കുന്നത്. 1026 അതിന്റെ സപ്പോർട്ട് കിടക്കുന്നു. ഇതാണ് അതിന്റെ ചാർട്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം വ്യക്തമായിട്ട് റെസിസ്റ്റൻസ് ആണ്. അത് കയറിപ്പോയി പ്ലസ് 1020 ഒരു സപ്പോർട്ടും കിടക്കുന്നുണ്ട്. അടുത്ത ഷെയർ ആഷിയാന ഹൗസിംഗ് ആണ്. ഏകദേശം 5% ഇന്ന് അപ്പായിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് റേറ്റ് നടക്കുന്നത് 275 രൂപയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ് അതിന്റെ. ആഷിയാന ഹൗസിംഗ് നമുക്ക് നോക്കിയാൽ തന്നെ വ്യക്തമായിട്ട് കാണുന്നത് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന ആ റെസിസ്റ്റൻസ് വലിയൊരു ഗ്രീൻ ക്യാൻഡിലോട് കയറിപ്പോയി. ഇവിടെയാണ് നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് കിടക്കുന്നത്. ഈ ഒരു ലൈനിൽ ഏകദേശം 250 റേഞ്ചിലാണ് ഒരു സപ്പോർട്ട് ഇവിടെ കിടക്കുന്നത്. അടുത്ത ഷെയർ ഡിക്സൺ ടെക്നോളജിയുടെ അടുത്ത ഷെയർ ഏകദേശം 4% ഇന്ന് അപ്പായിട്ടുണ്ട്. 6521 ഇപ്പോൾ മാർക്കറ്റ് റേറ്റ്. ഇതാണ് ഡിക്സൺ ടെക്നോളജിയുടെ ഗ്രാഫ്. നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ട് പോണത്. ഇവിടെയാണ് നമ്മൾ 6250 നമ്മൾക്ക് ഏകദേശം സപ്പോർട്ട് ഉള്ളത്. ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് വിത്ത് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ. അടുത്ത ഷെയർ നമുക്ക് അർമാൻ ഫിനാൻഷ്യൽ സർവീസ് ആണ്. 2641 റേറ്റ്. 14% ആണ് ഇന്ന് അപ്പായിട്ടുള്ളത്. 14%. ഇതാണ് അർമാൻ ഫിനാൻഷ്യൽ സർവീസിന്റെ ഗ്രാഫ്. ഇവിടെ നോക്കിയാലാണ് നമുക്ക് വ്യക്തമായിട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണ് വിത്ത് വോളിയത്തോടുകൂടി. ഇവിടെ വോളിയം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ആകാൻ കുറച്ച് സമയം എടുത്ത്. ഇവിടെ ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു, ഇവിടെ 2, ഇവിടെ 3 പ്രാവശ്യം ടച്ച് ചെയ്തു. 4-മത്തേല് ഇവിടെ 4 പ്രാവശ്യം ഇവിടെ ടച്ച്. 5-മത്തേലാണ് ഇത് കയറി പോയിട്ടുള്ളത്. നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അടുത്ത ഷെയർ ഹെറിറ്റേജ് ഫുഡ്സ് ആണ്. 266 ഇവിടെ റേറ്റ് നടക്കുന്നത്. 7% ഇന്ന് അപ്പായിട്ടുള്ളത് ഹെറിറ്റേജ് ഫുഡ്സ്. ഹെറിറ്റേജ് ഫുഡ്സ് നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു കൃത്യമായ ഒരു ട്രെൻഡ് ലൈൻ ആണ് ബ്രേക്ക് ചെയ്ത് പോയിട്ട്. ഇന്നലെ അത് ബ്രേക്ക് ഔട്ട് ചെയ്തു പ്ലസ് ഫാളായി. ഇന്നലെ അത് ഗ്രീൻ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലായിരുന്നു. ഇന്നാണ് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ളത് വിത്ത് ഗ്രീൻ ക്യാൻഡിലോടുകൂടി. വ്യക്തമായിട്ട് നല്ലൊരു ചാനലും കൂടിയാണിത്. ഈ ചാനലിന്റെ ഉള്ളിൽ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലസ് നന്നായിട്ട് കയറിപ്പോയി. അടുത്ത ഷെയർ ആണ് പ്രിക്കോൾ ലിമിറ്റഡ്. 372 രൂപ ഇപ്പോൾ റേറ്റ്. 5% ആണ് അപ്പായത്. 5% അപ്പായി. പ്രിക്കോൾ ലിമിറ്റഡ് നമുക്ക് ചാർട്ടിൽ വ്യക്തമായിട്ട് കാണാം. നല്ലൊരു ഗ്രീൻ ക്യാൻഡിലോടുകൂടി അതാണ് ബ്രേക്ക് ഔട്ട് ആയത്. ഇവിടെ നമുക്ക് നോക്കിയാലാണ് അവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് പോകണം. ഇവിടെ സപ്പോർട്ട് ചെയ്ത് ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് 3-4 പ്രാവശ്യം സപ്പോർട്ട് ചെയ്ത് ഇത് നല്ല ബ്രേക്ക് ഔട്ട് പോകും. ഈ ട്രെൻഡ് ലൈനാണ് നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നത്. അടുത്ത സപ്പോർട്ട് വരുന്നത് ഈ ട്രെൻഡ് ലൈനാണ്. അപ്പൊ ഇത്രയുമാണ് ഇന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത ഷെയർസിന്റെ ഡീറ്റെയിൽ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ഒരു നല്ല വീഡിയോയിൽ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയ ടോപ്പിക്കായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.